മക്കളെ, സൈലോ ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ എണ്ണ നിറച്ച കരണ്ടി എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യമായിട്ടാണ് ടീച്ചർ വന്നത് കേട്ടോ. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഓൾറെഡി ടീച്ചർ കോണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾക്ക് ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എണ്ണ നിറച്ച കരണ്ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതൊരു നോവൽ ഭാഗമാണ്. ഏത് നോവലാണ്? ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന അല്ലെ വിശ്വസാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ വളരെ പ്രഗത്ഭമായ പ്രസക്തമായിട്ടുള്ള നോവലാണ് ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ അല്ലേ. ഈ നോവലിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ആര്? രമാ മേനൻ എന്ന് പറയുന്ന എഴുത്തുകാരി. അപ്പോൾ അതിലുള്ള ഒരു ഭാഗമാണ് അല്ലേ നമുക്ക് പഠിക്കാനുള്ള എണ്ണ നിറച്ച കരണ്ടി എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ടീച്ചർ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പൗലോ കൊയ്ലോ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എണ്ണ നിറച്ച കരണ്ടി അല്ലേ. ഇതിലുള്ള സാന്റിയാഗോ എന്ന് പറയുന്ന ആട്ടിടയനായ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാണ്? ആ നിധി അന്വേഷിച്ച് നടക്കുന്ന യാത്രക്കിടയിൽ വെച്ച് ഒരു വൃദ്ധൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഇത്. ഇതിലുള്ള ബാലൻ എന്ന് പറയുന്ന അല്ലെ ഇതിലുള്ള കുട്ടിയുടെ കഥ. ഓക്കെ, അപ്പോൾ ആ കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? നോവലിസ്റ്റ് ജ്ഞാനിയെ ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താവാം എന്നാണ് ചോദിച്ചത് അല്ലേ. നോവലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തുള്ള ഒരു കഥാപാത്രമായ ജ്ഞാനിയെ എന്ത് ചെയ്യണോ? ജ്ഞാനികളിൽ ജ്ഞാനി, ജ്ഞാനികളിൽ ഏറ്റവും അറിവുള്ള ആളാണ് അല്ലേ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ചിലപ്പോൾ 4 മാർക്കിന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ കുട്ടിയോട് എന്ത് ചെയ്യുന്നുണ്ട്? ജ്ഞാനി പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ. ഈ ബാലൻ എന്തിനാ ജ്ഞാനിയെ കാണാൻ പോകുന്നത്? എന്തിനായിരുന്നു പോയത്? സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യല്ല ജ്ഞാനി ചെയ്യണേ? നേരിട്ട് സന്തോഷത്തിൻ്റെ രഹസ്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യുന്നു? പലതരത്തിലല്ലേ ആകാംക്ഷ ഉണർത്തുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആര് ചോദിക്കുകയാണ്? ജ്ഞാനി ചോദിക്കുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവനെ ആ അറിവിലേക്ക് അല്ലേ, ആ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് പറയുന്ന ആ അറിവിലേക്ക് അവനെ എന്ത് ചെയ്യുന്നു? അവൻ്റെ അനുഭവജ്ഞാനത്തിലൂടെ അല്ലേ ഒരു കരണ്ടിയും അതിനകത്ത് കുറച്ച് എണ്ണയും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? ആ അറിവ് എങ്ങനെ മനസ്സിലാക്കിക്കുന്നു? അവൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുകയാണ് അല്ലേ, അങ്ങനെ തയ്യാറെടുപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്വന്തം ശ്രമത്തിലൂടെ നേടുന്ന അറിവുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ മറന്നു പോവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ സന്തോഷത്തിൻ്റെ രഹസ്യം തേടിയെത്തുന്ന ഈ കുട്ടി എന്ത് ചെയ്യാണ്? തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ തന്നെ ആ അറിവ് നേടിയെടുക്കാൻ വേണ്ടി പ്രാപ്തനാക്കുകയാണ് ഇവിടെ ജ്ഞാനി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുട്ടിയെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ജ്ഞാനി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു അല്ലേ, അതിനുള്ള തിരിച്ചറിവുകൾ നൽകണം. അപ്പോൾ അതുകൊണ്ടാണ് ജ്ഞാനി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കുന്നു അല്ലേ, മറ്റുള്ളവരുടെ ജീവിതം പ്രകാശമാനമാക്കുന്ന ആളാണ് ജ്ഞാനി എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ മഹത്തായ ഉപദേശങ്ങൾ നൽകി തിരിച്ചറിവുകളുള്ള ഒരു കുട്ടിയാക്കി ഈ കുട്ടിയെ മാറ്റുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നോവലിസ്റ്റ് എന്ത് ചെയ്തിരിക്കണേ? ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ആര്? നമ്മളുടെ ഈ കഥയിലുള്ള അല്ലെങ്കിൽ ഈ നോവലിലുള്ള ജ്ഞാനി എന്ന കഥാപാത്രം എന്ന് നോവലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയോ മക്കൾക്ക്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് അതേ പ്രാധാന്യത്തോടു കൂടി എന്ത് ചെയ്യണം? മക്കൾ പഠിച്ചു വെക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവുകളിലൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കണം. നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഉഷാറായിട്ടല്ലേ എല്ലാവരോടും പറയണം. നമ്മൾ സൈലം ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത് അല്ലേ. ഞങ്ങളൊക്കെ അടിപൊളിയായിട്ട് മലയാളം ഫസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഉഷാറായി എഴുതിയിട്ടുണ്ട്. 40 മാർക്കും സ്കോർ ചെയ്യുന്നൊക്കെ നിങ്ങൾ മക്കളോട് ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് ലൈവൊക്കെ നമുക്ക് ഉഷാറാക്കണം അല്ലേ. ഫസ്റ്റ് പഠിച്ചതുപോലെ എഴുതിയതുപോലെ നമുക്ക് മലയാളം സെക്കൻഡ് നമുക്ക് 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിച്ച് തകർത്ത് ഉഷാറായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.